ഓൻ്റെ മനസ്സിൽ കയറി പാർക്കണം. ഓൻ്റെ പാലിന് തേടി പോകണം. ഒരാളെ തരുന്നു, നിങ്ങളെ പോലൊരാളെ. ഞങ്ങളെ പോലെയുള്ള ഒരാളെ മനസ്സിലായില്ല? അതെ, നിങ്ങളെ പോലെയുള്ള ഒരാളെ. അയത്തമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചത്. അദ്ദേഹത്തെ എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ? സോദരി, നീ അന്വേഷിക്കുന്നത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാരാണ്. അതെ അതെ, നിങ്ങളെ പോലെ ഒരാൾ. അദ്ദേഹം എൻ്റെ ഈ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. എന്തൊരു തേജസ്സാണ് മുഖത്തെയാൽ. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? നീ അന്വേഷിക്കുന്നത് മറ്റാരുമല്ല, സർവസംഘ പരിത്യാഗിയായ ബുദ്ധഭഗവാന്റെ പ്രഥമ ശിഷ്യനായ ആനന്ദഭിക്ഷുകൻ. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയുന്നില്ല. എന്നോട് കനിവുണ്ടാകണേ. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? അദ്ദേഹത്തെ ഞങ്ങൾ കാണിച്ചത്, പക്ഷേ നീ കരുതുന്ന പോലെയുള്ള ഒരു ആളല്ല അദ്ദേഹം. ഞങ്ങളെല്ലാവരും സാക്ഷാൽ ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാരാണ്. ഞങ്ങളുടെ ഗുരുവായ ആനന്ദസ്വാമിയുടെ വാക്കുകൾ നീ തീർച്ചയായും ശ്രമിക്കണം. അപ്പോൾ നിന്നെ അലട്ടുന്ന ഈ ദുഃഖം ഇല്ലാതാകും. അതുകൊണ്ട് സോദരി, നീ ഞങ്ങളോടൊപ്പം പോകുന്നു. അദ്ദേഹം ശ്രാവസ്തിയിലെ ആശ്രമത്തിൽ താമസിയാതെ എത്തിച്ചേരും. ശരണം ഗച്ഛാമി ധമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധമ്മം ശരണം ഗച്ഛാമി. സ്വാമി, മാനവി, വരൂ. എനിക്ക് അങ്ങയെ മറക്കാൻ കഴിയുന്നില്ല. ഞാനൊരു ചല്ലാതെ എണ്ണം വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ച് മഹാത്മാവാണെന്ന് ഞാനും മറ്റുള്ളവരെ പോലെ ഒരു മനുഷ്യസ്ത്രീയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് അങ്ങാണ്. എനിക്ക് അങ്ങയെ മറക്കാനാവുന്നില്ല. എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ അത് നീ കരുതുന്ന പോലെയുള്ള സ്നേഹമല്ല. സർവസർഗ പരിത്യാഗിയായ ബുദ്ധ ഭിക്ഷുവാണ് ഞാൻ. ആത്മീയതയുടെ അർത്ഥതലങ്ങളിലൂടെ മൂഢോദയത്തിന്റെ പ്രകാശം അറിയുന്ന സാക്ഷാൽ ഗൗതമ ബുദ്ധന്റെ ശിഷ്യനാണ് ഞാൻ. അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങയെ മറക്കാൻ പറ്റില്ല. അത് മാത്രം പറയരുത്. എന്നെ ഉപേക്ഷിക്കരുതേ. സോദരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. സ്നേഹം നല്ലതാണ്. എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ
മനുഷ്യരും ഞങ്ങൾക്ക് തുല്യരാണ്. എന്നോടുള്ള നിന്റെ ഈ അന്ധമായ ഇഷ്ടം ഒരു തൃഷ്ണയായി നിന്നിൽ പടർന്നിരിക്കുന്നു. അതാണ് നിന്റെ ഈ ദുഃഖത്തിന് കാരണം. തൃഷ്ണയെ ഇല്ലാതാക്കി ദുഃഖത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുവാനാണ് സാക്ഷാൽ ബുദ്ധഭഗവാൻ അഷ്ടാംഗമാർഗം ഉപദേശിച്ചിരിക്കുന്നത്. ഇനി ജനനമരണ ദുഃഖത്തിന് കാരണമാകുന്ന തൃഷ്ണ നിനക്ക് ഉണ്ടാവുകയില്ല. നീ ഈ ആശ്രമത്തിൽ താമസിക്കുക. യഥാർത്ഥ വിശ്വസ്നേഹം എന്തെന്ന് നിനക്ക് ഇവിടെ നിന്നും പഠിക്കാം. ശിവ ശിവ, നാം എന്താണ് ഈ കാണുന്നത്? ഒരു ചണ്ടാല സ്ത്രീ സ്വാമിയുടെ ശിഷ്യ അയക്കുന്നു, അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിലെ. നാം ഇതെങ്ങനെ സഹിക്കും? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ബുദ്ധവിഹാരത്തിൽ ചണ്ടാല കയറിയേ, എല്ലാം അശുദ്ധമായേ, എല്ലാം അശുദ്ധമായേ, ഓടി വായോ, ഒന്ന് ഓടി വായോ. ഒരു ചണ്ടാല സ്ത്രീ സ്വാമിയുടെ ശിഷ്യായിരിക്കുന്നു, അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിലെ. ഈ ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാർക്ക് ചെയ്യുന്ന അനാചാരങ്ങൾ ഭഗവാന്റെ ആശ്രമത്തില് ഒരു ചണ്ടാല സ്ത്രീയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം എന്താണ് കേൾക്കുന്നത്? അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ. അതെ, ഒരു ചണ്ടാല സ്ത്രീ ശ്രേഷ്ഠ ജാതകരോടൊപ്പം നടത്തുക. കഷ്ടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവറ്റകളുടെ ഈ രീതികൾ. അപ്പൊ പിന്നെ ജാതിയും ഭേദവും ഇല്ലാത്ത ഈ ലോകത്ത് നമ്മുടെ ഗതി എന്താവും? നമുക്കിത് ആലോചിക്കാൻ കൂടി പറ്റില്ല. ഇത് ആലോചിക്കുമ്പോ നമ്മുടെ ദേഹം
നാം ഇന്നോളം ആചരിച്ചു പോകുന്ന നിഷ്ഠകളെല്ലാം ലഭിക്കപ്പെടുകയാണ്. കാലാകാലങ്ങളായി നിലനിന്നു പോകുന്ന ഐത്താചാരം ഒരു ചന്താൻ കാരണം തടസ്സപ്പെടുകയാണ്. ശിവ ശിവ, ഇനി എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ആ ചക്കാരിയെ അടിച്ചു പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മഹാരാജാവിനെ കാണാം. പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ശരി ശരി, എന്നാ നമുക്ക് കൊട്ടാരത്തിലേക്ക് പുറപ്പെടാം. സദസ്സ് ആരംഭിക്കട്ടെ. തിരുമനസിനെ മുഖം കാണിക്കാൻ ഒരു കൂട്ടം ബ്രാഹ്മണന്മാർ എത്തിയിരിക്കുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യം നിർത്തിക്കാനുണ്ടേ. അവരിൽ 2-3 പേരെ മാത്രം കടത്തിവിടൂ. ഉത്തരവ് പോലെ. മഹാരാജാവ് നീണാവ് പറഞ്ഞത്. ബ്രാഹ്മണന്മാരെ, എന്താണ് അങ്ങനെ പതിവില്ലാതെ ഉദ്ദേശം പറഞ്ഞാൽ നാം എന്താണ് ചെയ്തു തരേണ്ടത്? മഹാരാജൻ, ഒരു പരാതി പൂർപ്പിക്കാൻ വന്നതാണ്. പരാതി മാത്രമല്ല, ഒരു സങ്കടം കൂടിയാണ്. പരാതിയോ? എന്താണ് പറഞ്ഞാലും? ബുദ്ധഭവന്റെ ആശ്രമത്തിൽ ഒരു ചണ്ടാലപ്പെണ്ണെ ബാധിച്ചിരിക്കുന്നു. എന്തോ നേരോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാറ്റിൽ പറത്തി എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചിരിക്കുന്നു. അതും ചത്തറിയലും കുഴിവെട്ടലും ശവം കാവുന്ന നടക്കുന്ന ഹീന ജാതിക്കാരൻ. ദൈവകോപത്താൽ ഈ നാട് മുടിയാൻ പോവുകയാണ്. വേദപഠനങ്ങളും അനുഷ്ഠാനങ്ങളും പാടെ നിർത്തിയിരിക്കുന്നു. ദൈവകോപത്താൽ ഈ നാട് മുടിയാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കണേ തിരുമനസേ. എന്നാലും നാം എങ്ങനെ സ്വാമിജിയോട് ആജ്ഞാപിക്കും? മഹാരാജാവേ, മുനിമാരും അങ്ങനെ പ്രജകളാണ്. ആശ്രമ പരിസരത്ത് വരിനെല്ലിന്റെ ആദ്യമൊന്ന് കരണ്ടേണ്ടതുമാണ്. അതുകൊണ്ട് എന്തിനു മടിക്കണം? നാട് മുടിയുന്നതിന് മുമ്പ് ആ ചണ്ടാലിയെ പറഞ്ഞുവിടാൻ ആജ്ഞാപിച്ചതിന് മനസ്സ്. മുനിമാര് തരുന്ന കരം വേറെയാണ്, അതറിയാമല്ലോ. മഹാരാജാവേ, ഈ നാട് ഭരിക്കുന്നത് അങ്ങാണ്. അങ്ങേ അനുസരിച്ച്
മാറ്റിയാൽ മാത്രം പോരാ, കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൂടി ഉണ്ടാക്കി തരണേ മനസ്സേ. നിങ്ങൾ സമാധാനമായിരിക്കൂ. ആരാണ് ഉടൻ തന്നെ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അത് പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെയുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. മാലതി എന്ന യോഗിനിയെ പറഞ്ഞയക്കണം. ആ ആവശ്യത്തിനല്ലേ അന്ന് വന്നത്? മഹാരാജ, മനുഷ്യന്റെ രക്തത്തിലും അസ്ഥിയിലും മഗ്നിയിലും ജാതിഭേദം കാണുന്നു. എല്ലാവരുടെയും ശരീരഘടന ഒന്നു തന്നെയാണ്. ബ്രാഹ്മണനെ പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ഉരുവായതാണ് ചണ്ടാളൻ. എല്ലാവർക്കും അവയവങ്ങൾ ഒരുപോലെ. പിന്നെ എങ്ങനെയാണ് ഭിന്നത കാണാൻ കഴിയുന്നത്? ഗുരു അങ്ങ് പറയുന്നത് സത്യമാണ്, ശരി തന്നെ. പക്ഷേ അടിയന്റെ സങ്കടം ഉണർത്തിക്കേണ്ടത് അങ്ങയുടെ മുമ്പിലല്ലേ. അങ്ങ് അടിയന്റെ സങ്കടനിവൃത്തി ഉണ്ടാക്കി തരണം. മഹാരാജ്, അങ്ങ് ഭഗവാനോട് അപേക്ഷിക്കും. അവിടുന്ന് അങ്ങയുടെ എല്ലാ പ്രശ്നത്തിലും ഉത്തരവായിരിക്കും. ഭഗവാൻ അങ്ങ് സർവജ്ഞാനിയല്ലോ. ധർമ്മത്തെ നിർവഹിക്കേണ്ടത് അവിടുന്നല്ലേ. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ ഫലം ഒരിക്കലും നല്ലതായിരിക്കില്ല. നാം ഏത് തെരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ തനിയെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ശീലങ്ങളും സ്വഭാവവും. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹം കൊണ്ട് മാത്രമേ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയൂ. സ്നേഹം തന്നെയാണ് ജീവിതം. സ്നേഹമില്ലായ്മ മരണത്തിന് തുല്യമാണ്. പരസ്പരം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ജനതയാണ് അന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ മഹാരാജൻ ഈ ദുഷിച്ച ജാതി വ്യവസ്ഥയെ അങ്ങയുടെ രാജ്യത്തിൽ നിന്നും ഇല്ലാതാക്കാൻ അങ്ങ് ആജ്ഞ പുറപ്പെടുവിച്ചാൽ. ഭഗവാൻ അവിടുന്ന് നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചു. മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള സത്യം നാം തിരിച്ചറിയുന്നു. ഭഗവാൻ നാം തിരിച്ചറിയുന്നു. യോഗം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം ആനന്ദമാകും. സ്നേഹം ജീവിതം ശ്രീമൻ സ്നേഹം വ്യാപതി തന്നെ മരണം. സ്നേഹം നരക